ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ട മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. ആത്മീയ പാഠങ്ങളിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥത്തെ സംബന്ധിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. ഗൗരവതരമായ ആലോചനകൾക്ക് പലപ്പോഴും നമ്മൾ വഴിപ്പെടാറില്ല. നമ്മളെപ്പോഴും സാമാന്യമായ ഉത്തരങ്ങൾ തേടിയുള്ള യാത്രയിലാണ്. ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കകത്ത് നാം ഈ ഉത്തരങ്ങൾ തേടുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവിതം അലച്ചിലുള്ളതായിട്ട് മാറുന്നത്. ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നത് എന്ത് ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്ന അന്വേഷണമാണ് പലപ്പോഴും നമുക്കുള്ളത്. ആത്മീയത എന്ന പേരിൽ നാം ഇന്ന് നടത്തുന്ന പല യാത്രകളും ഇത്തരത്തിലുള്ളതാണ്. കാര്യങ്ങൾ തേടിയുള്ള യാത്രയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് പ്രത്യക്ഷാനുഭവമായി വരാവുന്ന കാര്യങ്ങളെ നേടിയെടുക്കാൻ വേണ്ടി നമുക്ക് ആത്മീയ മാർഗങ്ങൾ ഉപയോഗിക്കാം എന്നാണ് നാം തെറ്റിദ്ധരിക്കുന്നത്. ഭൗതിക ലോകം വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ അതിനപ്പുറത്ത് ജീവിതത്തിന്റെ അർത്ഥം തേടുന്നതിന്റെ പേരാണ് ആത്മീയത. ഞാൻ എന്തിന് എങ്ങനെയൊക്കെ ചെയ്യണം, നൈമിഷികമായ ജീവിതം കൊണ്ട് എന്ത് നേടാൻ കഴിയും, എന്താണ് ജീവിതത്തിന്റെ അർത്ഥം, പരമാർത്ഥമായ ദൈവത്തിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീയ വഴി. ഭൗതികമായ യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ഈ ലോക താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അധ്വാനിക്കുന്നതെങ്കിൽ ഞാൻ ഏറ്റവും നിർഭാഗ്യവാനാണെന്നാണ് കൊറിന്ത്യർ ലേഖനത്തിൽ വിശുദ്ധ ശ്ലീഹ പഠിപ്പിക്കുക. 1 കൊറിന്ത്യർ ലേഖനം 15-ാം അധ്യായം 19-ാം തിരുവചനം അത് പറയുന്നുണ്ട്. ഭൗതിക സാഹചര്യങ്ങളെ ഒരുക്കാൻ വേണ്ടിയുള്ള ഒരു കുറുക്കു വഴിയായി ആത്മീയത തരംതാണപ്പെട്ടൊരു കാലത്താണ് നമ്മൾ ജീവിക്കുക. ഭൗതികത എന്നാൽ അവനവന് വേണ്ടി അധ്വാനിക്കുന്നതാണ്, സ്വന്തം താല്പര്യങ്ങളിൽ കുടുങ്ങുന്നതാണ്. അവനു വേണ്ടിയായിത്തീരുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതമായി നമ്മുടെ ജീവിതത്തെ നാം തിരിച്ചറിയുമ്പോഴാണ് അത് ആത്മീയ ജീവിതമായിട്ട് മാറുക. അത് ഒരു സാമാന്യമായ അർത്ഥത്തിൽ പറയാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും ഒരു തൃപ്തി തേടുന്നുണ്ട്. അതിൻ്റെ അന്വേഷണത്തിലാണ് നമ്മൾ. ജീവിതത്തിന്റെ കാര്യകാരണ ബന്ധത്തെക്കുറിച്ചൊന്നും ഗൗരവമായി ആലോചിക്കാതിരിക്കുമ്പോൾ പോലും നാം അറിയാതെ തന്നെ ഈ വഴിയിലാണ്. അതുകൊണ്ട് നാം നേട്ടങ്ങളിലേക്ക് നോക്കുന്നു. എങ്ങനെയൊക്കെ നമുക്ക് സ്വസ്ഥരാകാം, തൃപ്തരാകാം. പരിപൂർണത എന്നത് തൃപ്തിയിൽ എത്തിച്ചേരുന്നൊരവസ്ഥയാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ലാതിരിക്കാൻ തക്കവിധം എൻ്റെ ഹൃദയം സ്വസ്ഥമാകാൻ എപ്പോഴാണ് സാധ്യമാകുക? സമാധാനത്തിലാകുക. നമ്മൾ സമാധാനം എന്ന് സാധാരണഗതിയിൽ പറയുന്നത് തർക്കങ്ങളില്ലാത്ത, അലോരസങ്ങളില്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ചാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സമാധാനം എന്നത് കേവലമായ സ്വസ്ഥതയല്ല. ഉള്ളിലേക്ക് തിരിഞ്ഞ് അവനവനെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിന്റെ അർത്ഥം തിരിച്ചറിഞ്ഞ് നമുക്ക് ഈ ലോകത്തെ കാണാനാവുക, നമ്മെ തന്നെ കാണാനാവുക. 4 കാര്യങ്ങൾ അറിഞ്ഞാലാണ് അറിവുള്ളവരായിട്ട് നമ്മൾ മാറുക. എവിടെ നിന്ന് വന്നു എന്നറിയണം, എവിടേക്ക് പോകുന്നു എന്നറിയണം, എന്തിനാണ് ഭൂമിയിൽ വന്നതെന്നറിയണം, നാം ആരാണെന്നറിയണം. അറിയാതെ തന്നെ ഈ അന്വേഷണങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. ഈ അന്വേഷണങ്ങൾക്ക് ഉത്തരമായി നാം പലതും കണ്ടെത്തുന്നു. ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനൊരു ഉത്തരവുണ്ട്. ഞാൻ ഇന്ന മാതാപിതാക്കളുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ്. അതിനപ്പുറത്തേക്ക് ചോദിച്ചാൽ ഇന്ന നാട്ടുകാരനാണ്, ഇന്ന ഭാഷക്കാരനാണ്, ഇന്ന ദേശക്കാരനാണ്, ഇന്ന രാജ്യക്കാരനാണ്. ഇങ്ങനെ നിരവധിയായ ഐഡന്റിറ്റികൾ നമ്മൾ പറയും. ആഫ്രിക്കയിൽ നിന്ന് നമ്മൾ വന്നുവെന്നും 60 ലക്ഷത്തോളം വർഷങ്ങളുടെ പാരമ്പര്യം നമുക്കുണ്ടെന്നും അങ്ങനെ നാം പരിണമിച്ച് ഇവിടെ എത്തിയതാണെന്നും യാത്രയിൽ ഇവിടെ എത്തിച്ചേർന്ന് ഇവിടത്തുകാരായതാണെന്നും ഒക്കെ ചരിത്രപരമായ അന്വേഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിവാക്കും. ജീവശാസ്ത്രപരമായി നാം ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഏറെ ഉത്തരങ്ങളുണ്ട്. ചിന്തിക്കുന്ന ജീവി എന്നടക്കം നിരവധിയായ ഉത്തരങ്ങൾ. സസ്തനികളിൽ പ്രത്യേകമായ ചിന്താവിശേഷമുള്ളവരാണ് നമ്മളെന്ന് കണ്ടെത്താനാവും. ജീവശാസ്ത്രപരമായ വിശകലനങ്ങളും പഠനങ്ങളും അത്തരത്തിൽ മുന്നേറിയിട്ടുണ്ട്. അവിടെയും നാം തൃപ്തരാകുന്നില്ല. അതുകൊണ്ടും ഞാൻ എന്നതിന് കണ്ടെത്താൻ പറ്റുന്നില്ല. ഈ ഞാൻ എന്നത് എന്താണെന്ന അന്വേഷണം നിരന്തരമായി നാം നടത്തുന്നതിന്റെ ഭാഗമായി സാമൂഹ്യമായ പരിതസ്ഥിതികളിൽ ഞാൻ ആരാണ് എന്ന് കണ്ടെടുക്കാൻ നാം ശ്രമിക്കും. അങ്ങനെയാണ് സമൂഹത്തിൽ നാം ഒരാളായിത്തീരുന്നത്. നിരവധിയായ ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കിടയ്ക്ക് ഇങ്ങനെ ഞാൻ എന്നതിന്റെ അർത്ഥം നമ്മൾ തിരയുമ്പോഴും യഥാർത്ഥത്തിൽ ഞാൻ എന്നതിന്റെ സമ്പൂർണതയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല. ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ കഴിയണം. നീ തന്നെയാണ് ഞാനെന്ന് എനിക്ക് ബോധ്യമുണ്ടാകണം എന്നത് എളുപ്പമുള്ള കാര്യമല്ല. രണ്ടായിരിക്കുന്ന 2 പേർക്ക് ഒന്നാണെന്ന് പറയാൻ എങ്ങനെയാണ് കഴിയുക? വാസ്തവത്തിൽ നാം ഓരോരുത്തരും ദൈവപിതാവിന്റെ മക്കളാണ് എന്ന് പറയുന്നതിൻ്റെയും ദൈവത്തിൽ നിന്നാണ് നാം ഓരോരുത്തരും വരുന്നു എന്ന് പറയുന്നതിൻ്റെയും പ്രാധാന്യം ഇവിടെയാണ്. മനുഷ്യൻ എന്നത്
കേവലമായ ഒരു ജീവി മാത്രമല്ലെന്നും അതിനപ്പുറത്ത് അവനൊരു അസ്തിത്വമുണ്ടെന്നും നമ്മൾ തിരിച്ചറിയും. ജീവശാസ്ത്രപരമായി ഒരു പരിമിതമായ യാഥാർത്ഥ്യമുള്ള ജനിച്ചു മരിക്കുന്ന ഒരു ജീവി, ചിന്തിക്കുന്ന ജീവി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുമ്പോഴും നമ്മൾ കാണേണ്ടത് നമ്മുടെ ജൈവ പ്രകൃതിക്കപ്പുറമായി അജൈവ പ്രകൃതിയിലേക്ക് നമ്മൾ നീണ്ടിട്ടുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും നമ്മളുമായിട്ട് ലയിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഓരോ അണുവിലും നാം ഉണ്ട്. ഈ പ്രപഞ്ചം മുഴുവനും നമ്മിൽ ജീവിക്കുന്നുണ്ട്. പ്രപഞ്ചത്തെയും നമ്മയും വേർതിരിക്കാനാവില്ല. സാധാരണ രീതിയിൽ പ്രപഞ്ച വീക്ഷണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പുറത്തേക്കാണ് പോവുക. കടൽക്കരയിൽ താമസിക്കുന്നവർ കാടുകളൊക്കെ പോയി കണ്ടിട്ട് പ്രകൃതി ആസ്വദിക്കുന്നതായി കരുതും. പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന്റെ ജൈവ പ്രകൃതിയുടെ അജൈവ ഭാഗമാണ്. അവിടെയും നാം നിലനിൽക്കുന്നുണ്ട്. ചാക്രിക വ്യവസ്ഥ എന്ന നിലയ്ക്ക് നമ്മുടെ നിശ്വാസത്തിലൂടെ പുറത്തു വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് മരങ്ങൾ ഉപയോഗിക്കുന്നുവെന്നും അത് ഹരിതവർണ്ണം ഉപയോഗിച്ച് ഭക്ഷണം പാചകം ചെയ്യുന്നുവെന്നും ഓക്സിജൻ പുറപ്പെടുവിക്കുന്നുവെന്നും ആ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ രണ്ടല്ലാതിരിക്കുകയാണ്. ലോകത്തുള്ള ജലത്തിന്റെ അതേ ഭാഗം തന്നെയാണ് നമ്മുടെ അകത്തും. 75% വെള്ളമാണ് നമ്മൾ. അങ്ങനെ നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ തിരിച്ചറിയാൻ കഴിയും, നമ്മൾ ഒറ്റയായിട്ടല്ല നിൽക്കുക. ഈ പ്രകൃതിയുടെ മുഴുവൻ ഭാവവും നമ്മിലുണ്ട്. പ്രകൃതി തന്നെയാണ് നമ്മൾ. അല്ലെങ്കിൽ പ്രകൃതിയും നമ്മളും രണ്ടല്ല. അപരത്വം നമ്മളിലുണ്ട് എന്നും നാം അപരന്റെ ഭാഗമാണെന്നും തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? നമ്മുടെ പരിമിതികൾ വെച്ച് നോക്കിയാൽ മതി. പൂർണ്ണത തേടിയാണല്ലോ ബന്ധങ്ങൾ പോലും. എനിക്ക് ഞാനായി തന്നെ നിലനിൽക്കാൻ സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് സമിഷ്ടിയിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരെന്നെ എനിക്ക് എങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക? അത് ദൈവത്തിലായിത്തീരുമ്പോൾ മാത്രമാണ്. ഞാൻ ദൈവപിതാവിന്റെ മകനും മകളുമാണെന്ന് പറയുമ്പോൾ, ഞാൻ ദൈവത്തിൻ്റെതായിത്തീരുമ്പോൾ, ഞാൻ ദൈവത്തിലായിത്തീരുമ്പോൾ ഞാൻ സമ്പൂർണ്ണതയിലേക്ക് കടക്കും. ഞാനെന്ന യാഥാർത്ഥ്യം ക്രിസ്തുവിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഞാനെന്ന് പറയാൻ കഴിവുള്ളത് ക്രിസ്തുവിനാണ്. കാരണം ക്രിസ്തു സകലതിലുമാണ്, സകലത്തിൻ്റെയുമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 3-ാം തിരുവചനത്തിൽ വചനം പറയുന്നുണ്ട്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം അവനിലാണ്, അവൻ എല്ലാറ്റിലുമാണ്. എല്ലാം അവനിലും എല്ലാറ്റിലും അവനുമായിരിക്കുന്ന ഒരു സമ്പൂർണതയ്ക്കകത്താണ് നാമെന്നും അങ്ങനെ നാം ദൈവപിതാവിലാണെന്നും സൃഷ്ടപ്രപഞ്ചം ഒന്നാകെ ദൈവത്തിലാണെന്നും തിരിച്ചറിയുമ്പോഴാണ് ഞാൻ എന്ന പരിമിതമായ സങ്കല്പങ്ങൾക്ക് പുറമേ കടക്കാൻ എനിക്ക് പറ്റുക. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ വേറൊരാളായിട്ടാണ് കാണുക. നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം, നമ്മുടെ എതിർഭാഗങ്ങൾ അവിടെ കാണാൻ പറ്റും. ഞാനല്ലാത്തതൊക്കെ, ഞാനെന്ന് കരുതുന്നതല്ലാത്തതൊക്കെ അവരിലുണ്ട്. അതുകൊണ്ടാണ് ഒരു ബന്ധത്തിലായിത്തീരാനും എങ്ങനെയും പൂർണ്ണത പ്രാപിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. അവിടെയാണ് സ്നേഹം ജനിക്കുന്നത്. ഞാൻ എന്നിൽ തന്നെ നിലനിൽക്കുന്നില്ല, എനിക്ക് ഞാനായി ജീവിക്കാൻ കഴിയില്ല. നമ്മൾ സാധാരണ പേരൊക്കെ പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ പേര്, ഞാൻ ഇത്രയാണ് എന്നൊക്കെ അളവ് കുറിച്ച് വെക്കാൻ നോക്കും. പക്ഷെ അതിന് പുറത്തേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഞാനായിരിക്കുന്നത് മറ്റുള്ളവരുള്ളത് കൊണ്ടാണ്. അതിനർത്ഥം ഞാൻ എൻ്റെ സ്വന്തമല്ലെന്നും എൻ്റെ ഭാഗമല്ലെന്നാണ്. യഥാർത്ഥത്തിൽ ഞാൻ ദൈവത്തിലാണെന്നും ദൈവം എന്നിലാണെന്നും ഞാൻ അപരത്വത്തിലാണെന്നും അവൻ എന്നിലാണെന്നും തിരിച്ചറിയുന്ന ഒരു സമ്പൂർണമായ വ്യക്തിബോധം, അതല്ലെങ്കിൽ വ്യക്തിബോധത്തിനപ്പുറത്ത് അതിനേക്കാൾ ഉന്നതമായ ഒരു സമഷ്ടിബോധം എനിക്കുണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്നത് നമുക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയുക. എനിക്ക് എന്നെ അനുഭവിക്കാൻ കഴിയില്ല. എന്നെ അനുഭവിക്കുന്നത് വേറൊരാളാണ്. മറ്റുള്ളവരെയാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അവർ നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു, എന്ത് കരുതുന്നു, അവർ നമ്മോട് എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ പ്രാധാന്യമുള്ളതായിട്ട് മാറുന്നത്. അവരിങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്ക് നിലനിൽക്കാൻ വേണ്ടിയാണ്. എൻ്റെ പേര് പോലും എനിക്ക് സ്വന്തമല്ല. മറ്റുള്ളവർ വിളിക്കുന്നില്ലെങ്കിൽ എനിക്ക് പേരിന് അർത്ഥമില്ല. മറ്റുള്ളവരെന്നെ കേൾക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുന്നതിന് അർത്ഥമില്ല. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എൻ്റെ ഭാഷ നിരർത്ഥകം. ഭാഷയ്ക്കകത്ത് ഒരു ഉടമ്പടി പോലെ ജീവിതം മുഴുവൻ നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം അറിയണം. അതുകൊണ്ട് ഞാനല്ലെന്നും ഞാൻ ക്രിസ്തുവിലാണെന്നും ഞാൻ ക്രിസ്തു തന്നെയെന്നും തിരിച്ചറിയുമ്പോഴാണ് സമഷ്ടിബോധം പൂർണ്ണമാകുക. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത്, ഇനിമേൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഞാൻ നഷ്ടപ്പെട്ടു. ഞാൻ എവിടെയാണ് നഷ്ടപ്പെടുന്നത്? ക്രിസ്തുവിലാണ്. ക്രിസ്തുവിനായിത്തീരുന്ന ഒരാൾ എങ്ങനെയായിത്തീരുന്നു? ഈ ക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ പിതാവിനുള്ളതാണ്, നിങ്ങൾ എനിക്കുള്ളവരാണ്, നിങ്ങൾ എൻ്റേതാണ്, ഞാൻ പിതാവിൻ്റെതാണ്, അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെതാണ്. ദൈവത്തിന്റെ വചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ ദൈവങ്ങളെന്ന് അവൻ വിളിച്ചു എന്ന് പറയുന്നത് നാം ഈ സമഷ്ടിബോധത്തിനകത്ത് ദൈവത്തിനകത്ത് സമ്പൂർണ്ണതയിലായിരിക്കുന്നു എന്ന അർത്ഥം തിരിച്ചറിയാൻ വേണ്ടിയാണ്. ജീവിതത്തെ അപ്രകാരം മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല.
കാര്യവും കാരണവുമായൊരുവനെ ക്രിസ്തുവിൽ തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ യേശുവിൽ എത്തിച്ചേരുന്ന ഒരാൾ യേശു അകമേയെന്നും നാം യേശുവിലെന്നും തിരിച്ചറിയുമ്പോൾ അപരത്വത്തിലുള്ള ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. അപ്പോൾ മാത്രമേ നമുക്ക് ഞാൻ എന്നതിനെക്കുറിച്ച് ബോധം ഉണ്ടാകൂ. ഞാൻ ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള സമ്മാനം. അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്നതിലൂടെ മാത്രമേ എനിക്ക് എന്നെ തിരിച്ചറിയാൻ പറ്റൂ. എന്നെ ഞാൻ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എത്രത്തോളം എന്നെ പകുത്തു കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. എനിക്ക് അപ്പനാകാൻ, സഹോദരനാകാൻ, കാമുകനാകാൻ, സ്നേഹിതനാകാൻ, ദാസനാകാൻ ഒക്കെ എല്ലാ ഭാവങ്ങളിലും ഞാൻ മറ്റുള്ളവരുമായി എന്നെ തന്നെ പങ്കുവെച്ചുകൊണ്ട് എന്നെ സാക്ഷാത്കരിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ രൂപപ്പെടുന്നത്. അല്ലാതെ ഒരു ആത്മബോധത്തിനകത്ത് ഞാനെന്നൊരു വ്യക്തിബോധത്തിൽ എനിക്ക് തുടരാനാകില്ല. ഞാൻ മാത്രമായി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യരുമായി അകലം ഉണ്ടാകുമ്പോൾ ഒരു ഏകാന്തത അനുഭവപ്പെടുന്നത്, എല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നത്. ഒരു ബന്ധം അകലുമ്പോൾ നാം വ്യാകുലപ്പെടുന്നത് അതുകൊണ്ടാണ്. നമുക്ക് നമ്മിൽ തന്നെ ജീവിക്കാൻ കഴിയില്ല. ഈ അപരത്വത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്നതിനെ കേവലമായ ഒന്നായി കാണാതെ, അഹംബോധമായി കാണാതെ, അപരത്വബോധത്തിൽ എനിക്ക് എന്നെ കാണാൻ കഴിയണം. ഇത് ലളിതമായ ഭാഷയിൽ പറഞ്ഞപ്പിക്കാവുന്ന കാര്യമല്ല. ജീവിതാനുഭവങ്ങൾക്കകത്തൊക്കെ ഇത് നിലനിൽക്കുന്നുണ്ട്. ഞാൻ ഒരു മുറിയടച്ച് ഞാൻ മാത്രമായിരുന്നാൽ, ഒരു ബന്ധത്തിലും ഏർപ്പെടാതിരുന്നാൽ എനിക്കെന്നെ വെളിവാക്കാൻ കഴിയില്ല, എനിക്കെന്നെ അനുഭവിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്നത് കേവലമായൊരു സത്വമല്ലെന്നും അത് അപരത്വത്തിൽ കുടികൊള്ളുന്ന ഒന്നാണെന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് എനിക്ക് എന്നിൽ തന്നെ എന്നെ പൂർണ്ണനാക്കാൻ കഴിയില്ല. ഞാൻ ബന്ധങ്ങൾക്കകത്താണ് പൂർണ്ണത പ്രാപിക്കുന്നത്. ഈ ബന്ധങ്ങളാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്നതിനെ വെളിപ്പെടുത്തുന്നത്. അത് പരമാത്മബന്ധത്തിൽ നിന്ന് ആരംഭിച്ച് അപരത്വത്തിൽ അനുഭവപ്പെട്ട് ജീവിതത്തിൽ പൂർണ്ണത പ്രാപിക്കാൻ എനിക്ക് കഴിയുമ്പോൾ മാത്രമേ ഞാൻ എന്നതിനെ എനിക്ക് മനസ്സിലാവൂ. അതുകൊണ്ട് ഞാനായിരിക്കുന്നൊരു ഞാനില്ല, നിന്നിൽ അനുഭവപ്പെടുന്ന ഞാനേ ഉള്ളൂ. ഒന്നാമത്തെ തിരിച്ചറിവ് ഞാൻ ദൈവത്തിൽ നിന്നാണ്, ഞാൻ ദൈവത്തിലേക്കാണ്. ഞാൻ ക്രിസ്തുവിലായിത്തീരുമ്പോൾ എനിക്ക് ഞാനെന്ന താൽക്കാലികതയിൽ കുടുങ്ങി നിൽക്കാനാകില്ല, അപരത്വത്തിൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് ബന്ധങ്ങൾക്കകത്താണ് ഞാൻ എന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുക. എന്നിൽ തന്നെ അന്വേഷിച്ചാൽ എനിക്കത് കണ്ടെത്താൻ സാധ്യമല്ല. ബന്ധങ്ങളുടെ പരിപൂർണതയായ ക്രിസ്തുവിൽ മാത്രമേ എനിക്ക് എന്നെ തന്നെ തിരിച്ചറിയാൻ കഴിയൂ. ക്രിസ്തുവിൽ എന്നെ തിരിച്ചറിയുമ്പോൾ ഞാൻ അപരത്വത്തിൽ ജീവിക്കാൻ തുടങ്ങും. അപരത്വത്തിലാണ് വ്യക്തിത്വമുള്ളത് എന്ന കാര്യം നാം ഓർക്കണം. രണ്ടാമത്തേത്, ഞാൻ എവിടെ നിന്ന് വരുന്നു എന്നാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ്. ഞാൻ ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ആളുകൾ വിചാരിക്കുന്നത് ജൈവപ്രക്രിയയിലൂടെ അല്ലാതെ വന്നാലല്ലേ അങ്ങനെ പറയാൻ കഴിയുമെന്നാണ്. ഞാൻ ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ സമസ്തവും ദൈവത്തിൽ നിന്നാണ്, സമസ്തത്തിൻ്റെയും ഭാഗമാണ് ഞാൻ. ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് ഒരു തിരിച്ചറിവിൻ്റെ ഫലമാണ്, കേവലമായ അർത്ഥമല്ല, വസ്തുനിഷ്ഠമല്ല. അത് ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ വസ്തുനിഷ്ഠമായി തെളിയിക്കാൻ കഴിയില്ല. ഞാൻ മാതാപിതാക്കളിൽ നിന്ന് വന്നതാണെന്നും ഏത് നാട്ടിൽ നിന്ന് വന്നതാണെന്നും ഏത് ദേശക്കാരനാണെന്നും ഒക്കെ നിരവധിയായ ഐഡന്റിറ്റികൾ എനിക്കുണ്ട്. പക്ഷേ ഈ ഐഡന്റിറ്റികളൊക്കെ നമ്മെ അപൂർണരാക്കി നിർത്തും. ഞാൻ മാതാപിതാക്കളിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിതലത്തിൽ സങ്കുചിതമായ ഒരിടത്തേക്ക് പോവാണ്. വാസ്തവത്തിൽ ഞാൻ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ മനുഷ്യകുലം മുഴുവനും എൻ്റെ ഭാഗമായിട്ട് മാറും. എല്ലാവരും സഹോദരങ്ങൾ. വിശുദ്ധ കൊച്ചുരഹസ്യ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ 4 മണിക്കൂറോളം ധ്യാനത്തിൽ മുഴുകിപ്പോയെന്ന് പറയാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് നമ്മളും വിളിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഈ അനുഭവം ഉണ്ടാകുന്നില്ല. കാരണം സമസ്തവും പിതാവിൻ്റെതാണെന്നും എല്ലാം ദൈവസൃഷ്ടിയാണെന്നും ദൈവത്തിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരെന്നും ചിന്തിക്കുമ്പോൾ സമഭാവനയും ബന്ധവും വളരെയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അതുകൊണ്ട് കിളികളോട് സംസാരിച്ചു, മരണത്തെ സഹോദരി എന്ന് വിളിച്ചു. എല്ലാവരെയും കൂട്ടിച്ചേർക്കാനായിട്ട് ഫ്രാൻസിസിന് കഴിയും. ഞാൻ ഒറ്റയായി നിൽക്കുകയല്ല, ഞാൻ ഈ ബന്ധത്തിനകത്താണ് നിൽക്കുന്നത്. ആ ബന്ധമാകട്ടെ പിതാവിൽ നിന്നുള്ളതാണെന്ന് വരുമ്പോൾ സാഹോദര്യ ഭാവന സാമാന്യഗതിയിൽ നിന്ന് ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠമായ തലത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഒന്നും എൻ്റെതല്ലാതില്ല, എല്ലാം എൻ്റെ ഭാഗമാണ്, എല്ലാം എൻ്റെ സഹോദരങ്ങളാണ്. ഞാനല്ലാത്ത പുറത്തുള്ളതെല്ലാം എൻ്റെ സാഹോദര്യത്തിലേക്ക് വരുമ്പോൾ, കൂട്ടിവിളക്കപ്പെടുമ്പോൾ പിതാവ് എന്ന് ഞാൻ വിളിക്കുന്നത് അർത്ഥപൂർണമാവും, അല്ലെങ്കിൽ പിതാവ് എന്ന് വിളിക്കുന്നത് അർത്ഥപൂർണ്ണമാകില്ല. അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്,
സ്വർഗസ്ഥനായ പിതാവേ എന്ന് എനിക്ക് വിളിക്കാൻ കഴിയണമെങ്കിൽ സാഹോദര്യത്തിൽ ഉറയ്ക്കാൻ എനിക്ക് കഴിയണം. അത് കേവലം രക്തബന്ധമോ ദേശബന്ധമോ ഏതെങ്കിലും തരത്തിലുള്ള സ്നേഹബന്ധമോ അല്ലാതെ സമസ്തവും സകലവും എൻ്റെ സഹോദരങ്ങൾ. അങ്ങനെയാകുമ്പോൾ ഈ പ്രകൃതി എന്ന് പറയുന്ന വേർതിരിവില്ലാണ്ടാവും. എല്ലാറ്റിനെയും നിലനിർത്തുന്നത് ഈ ബന്ധമാണ്. ഒരേ പിതാവിൽ നിന്ന് വന്ന നമ്മൾ, മക്കളായ നമ്മൾ സ്നേഹത്തിൽ വർത്തിക്കുകയും സാഹോദര്യത്തിൽ വർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ലോകം സമ്പൂർണതയിലേക്ക് എത്തുക. അതല്ലെങ്കിൽ ഞാൻ തന്നെ എനിക്ക് പുറത്ത് അനുഭവിക്കാൻ തുടങ്ങുക. സാക്ഷാത്കാര അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ അത് ആവശ്യമായിട്ട് വരും. ഒന്നെനിക്കെതിരല്ല, എല്ലാം എൻ്റെ സഹോദരങ്ങൾ. നാം കാണുന്ന ജീവജാലങ്ങളും അജൈവ പ്രകൃതിയും എല്ലാം നമ്മിൽ തന്നെയുണ്ട്. നാം അതിലെല്ലാം ലയിച്ചിരിക്കുന്നു. ഈ ഒരു പാരസ്പര്യ ബന്ധത്തിനകത്ത് മാത്രമാണ് നമുക്ക് ജീവിച്ചു മുന്നേറാൻ പറ്റുക. അതുകൊണ്ടാണ് ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്, അതുപോലെ മാലിന്യക്കൂമ്പാരമാക്കി പ്രകൃതിയെ മാറ്റുന്നതൊക്കെ പാപകരമായ പ്രവൃത്തിയായിട്ട് മാറുന്നത്. നമ്മുടെ ചുറ്റുപാടുകളെ മലീമസമാക്കുമ്പോൾ യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന ദ്രോഹം അതാണ്. നമ്മുടെ ഉപഭോഗത്തിനുള്ളതാണെന്ന് തെറ്റിദ്ധരിക്കുമ്പോൾ ബന്ധങ്ങളൊക്കെ അപജയപ്പെടുന്ന അപ്പോഴല്ലേ. ഒരാളെ നമ്മൾ ഉപയോഗിക്കുകയാണെന്ന് വന്നാൽ പിന്നെ അയാൾക്ക് സ്നേഹത്തിൽ തുടരാനാകില്ല. നമ്മെ തന്നെ ആരെങ്കിലും ഉപയോഗിക്കുന്നു എന്ന് തോന്നുമ്പോൾ എത്രത്തോളം വേദന നമുക്കുണ്ടാകുന്നുണ്ട്. സ്നേഹിക്കുകയല്ല ഉപയോഗിക്കുകയാണെന്ന് തോന്നുമ്പോൾ. അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്, പ്രപഞ്ചം മുഴുവനും സാഹോദര്യത്തിലാണ്. ആ സാഹോദര്യത്തിൽ നിന്നുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവിനെ പിതാവെ നമുക്ക് വിളിക്കാൻ പറ്റുക. അങ്ങനെ സമസ്തത്തെയും സ്വീകരിക്കുകയും സമസ്തത്തിലുമായിരിക്കുകയും ചെയ്ത ഒരാൾ ക്രിസ്തു ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുന്നു. ക്രിസ്തുവിൽ നാം ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിലുള്ള സാഹോദര്യത്തിൽ നമ്മൾ ഉറയ്ക്കുന്നു. അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാല ചെയ്തിരുന്നു. എല്ലാവർക്കും വേണ്ടിയായി തീരാൻ, എല്ലാവർക്കും വേണ്ടി ജീവിതം അർപ്പിക്കാൻ പ്രേരകമാകുന്നത് ഈ സാഹോദര്യ ബന്ധമാണ്. അതുകൊണ്ട് ജീവിത പ്രവൃത്തികൾ യഥാർത്ഥത്തിൽ ഒരു അർപ്പണമാണെന്നും അപരത്വത്തിലേക്ക് നമ്മെ എടുത്തു വെക്കുന്ന പ്രവൃത്തിയാണെന്നും തിരിച്ചറിയുമ്പോൾ, ആ പ്രവൃത്തി ദൈവാരാധനയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് അത് ആത്മീയമായിട്ട് മാറുക. അറിവിനെ തിരിച്ചറിവാക്കുന്ന ബോധം കൊണ്ട് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഇനി ഞാൻ ഈ ഭൂമിയിൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ദൈവാരാധനയാണ്, ദൈവാരാധനയുമായി ബന്ധപ്പെട്ടാണ്. അതെങ്ങനെയാണ് ആയിത്തീരുക? അത് നിഷ്കാമമായി എനിക്കൊന്നും നേടാൻ ആവശ്യമില്ലാതെ അവരന് വേണ്ടി ആയിത്തീരാനുള്ള തുറവിയുണ്ടാകുക. കുമാരനാശൻ പാടും, അന്യജീവൻ ഉതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. വിവേകമതാണ്. വിവേകം എന്താണ്? എൻ്റെ പ്രവൃത്തികളുടെ ലക്ഷ്യം എൻ്റെ പൂർണ്ണതയാണ്, സാക്ഷാത്കാര അനുഭവമാണ്. അതെൻ്റെ വ്യക്തിപരമായൊരു കാര്യമല്ല. ഞാൻ ദൈവത്തിലായിത്തീരുകയും ദൈവത്തെ അനുഭവിക്കുകയും ദൈവത്തെ പ്രകാശിപ്പിക്കുകയും ചെയ്യുക വഴി സമസ്തവും അനുഭവിക്കുന്ന അനുഭവതലമാണത്. അതെന്നെ മാത്രമൊന്നും കാര്യമല്ല. ഞാൻ ഈ ലോകത്ത് അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുമ്പോൾ, മറ്റൊരാൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുമ്പോൾ അയാളിലുണ്ടാകുന്ന ജീവാനുഭവം അത് പ്രപഞ്ചത്തെ മുഴുവൻ വികസിക്കുന്നതാണ്. അത് പിതാവിൻ്റെ ഇഷ്ടമാണ്. പിതാവിൽ നാം ആയിത്തീരുകയാണ്. ക്രിസ്തുവിൽ നാം രക്ഷ അനുഭവിക്കുന്നത് ഈ സ്വയം സമർപ്പണത്തിലൂടെയാണ്. അതല്ലാതെ മറ്റു വഴികളില്ല. അതുകൊണ്ട് നാം ഈ ലോകത്ത് വന്നിട്ടുള്ളത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്നും അവരന് വേണ്ടി ജീവിതം അർപ്പിക്കുകയാണ് ജീവിതധർമ്മമെന്നും അപരത്വം എന്നത് യഥാർത്ഥത്തിൽ അവനവനെ സാക്ഷാത്കരിക്കാനുള്ള മാർഗമാണെന്നും അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ ക്രിസ്തുവിൽ നാം ആയിത്തീരുമെന്നും ക്രിസ്തുവിലായിത്തീരുമ്പോൾ പിതാവിനെ അനുഭവിക്കുമെന്നും പിതാവിൻ്റെ മുഖം കണ്ട് നമുക്ക് ആനന്ദിക്കാൻ കഴിയുമെന്നും നാം മനസ്സിലാക്കുന്നു. മോക്ഷമെന്ന് പറയുന്നത് കേവലമായി നാം കടന്നു പോകുന്ന ഒരു അദൃശ്യ പ്രദേശമല്ല. മോക്ഷമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ദൈവത്തെ നാം അനുഭവിക്കുന്ന ആത്മീയമായൊരു തലമാണ്. ഈ ആത്മീയത എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും കരുതുന്നത് ഇല്ലാത്തൊരു മായിക ലോകം എന്നാണ്. അങ്ങനെയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം എവിടെയാണ്? ഞാൻ എന്നെ ഒഴിഞ്ഞ് അവരെന്നിൽ എന്നെ കണ്ടെത്തുമ്പോഴാണ്. ഇനി തിരികെ പോകാനുണ്ട്. തിരികെ പോകേണ്ടത് ദൈവത്തിലേക്കാണ്. വന്നിടത്തേക്ക് തിരികെ പോകണം. ഒരു യാത്ര പൂർണ്ണമാകുന്നത് വന്നിടത്ത് തിരികെ എത്തിച്ചേരുമ്പോഴാണ്. സാധാരണഗതി നമ്മൾ പറയുമല്ലോ, നമ്മളൊരു യാത്രയ്ക്ക് പോകുന്നു. യാത്ര പോയിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോഴാണ് ആ യാത്രയുടെ സർക്കിൾ പൂർത്തിയാകുക. നാം അങ്ങനെ ദൈവത്തിലായിത്തീരുക എന്നതിനർത്ഥം അപരത്വത്തിൽ നാം ലയിച്ചു ചേരുക എന്നാണ്. എന്നെ തന്നെ എത്രത്തോളം നഷ്ടപ്പെടുത്താമോ? ഒരു മെഴുകുതിരി കത്തുമ്പോൾ അതിന് മെഴുകുരുകുരുകി ഇല്ലാതായി പോകുന്നത് പോലെ ഈ ഇല്ലായ്മയിലേക്ക് എത്രത്തോളം എനിക്ക് പോകാൻ കഴിയും എന്നതാണ് യഥാർത്ഥത്തിൽ എൻ്റെ പൂർണ്ണത. സ്വയം നഷ്ടപ്പെടുത്തുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകൂ എന്ന് ക്രിസ്തു പറയാൻ കാര്യം അതാണ്. ഒരുവൻ അവനവനത്തിനെ നഷ്ടപ്പെടുത്തിയാൽ, സ്വന്തം ആത്മാവിനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്താൽ, സ്വന്തം ആത്മാവിനെ തിരിച്ചറിവിനെ പൂർണ്ണ ബോധ്യത്തോടെ നമുക്ക് നമ്മെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുക.
അപ്പോഴാണ് മഹത്വത്തിൽ പ്രവേശിക്കാൻ കഴിയുക. ഈ ശൂന്യതയിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മെ തന്നെ വിറ്റ് കൊടുക്കണം എന്ന് അവിടുന്ന് പറയുന്നത്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ആബേലിന്റെ ബലിയിൽ ആബേലിന്റെ കൈവശമുള്ളത് ദൈവത്തിന് കൊടുക്കുന്നുണ്ട്. ക്രിസ്തു ആകട്ടെ തന്നെയും തനിക്കുള്ളവയും എല്ലാം സമസ്തത്തിനുമായി സമർപ്പിക്കുന്നു. അഖില ലോകത്തിനും ജീവൻ ഉണ്ടാകാൻ വേണ്ടി സ്വന്തം ജീവൻ കുരിശിൽ അർപ്പിക്കാൻ ക്രിസ്തു മനസ്സ് കാണിക്കുമ്പോൾ നമ്മുടെ സസ്യജീവനെയും വൈകാരിക ജീവനെയും ആത്മീയ ജീവനെയും പരിപുഷ്ടിപ്പെടുത്താൻ സ്വയം സമർപ്പിക്കുമ്പോൾ ക്രിസ്തു കുരിശിൽ ചെയ്യുന്ന യാഗം അർത്ഥപൂർണമാകുന്നു. ആ അർത്ഥപൂർണതയിലേക്ക് നമ്മെ എടുത്തു വെക്കുന്ന വഴിയാണ് ക്രൈസ്തവ ആധ്യാത്മികത. അതുകൊണ്ട് അതിന്റെ രത്നച്ചുരുക്കം ഇത്രയേ ഉള്ളൂ. ഇത്രയും ആലങ്കാരികമായി പറയുന്നത് ഭാഷയുടെ പരിമിതി കൊണ്ടാണ്. യഥാർത്ഥത്തിൽ നീ നിന്നെ ഒഴിഞ്ഞ് എത്രത്തോളം ജീവിക്കുന്നുവോ അത്രത്തോളം നീ നിന്നെ കണ്ടെത്തും. നീ എന്ന ബോധത്തിൽ നിന്ന് കിടന്ന് അപരത്വത്തിൽ നീ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടിയാണെന്ന ബോധ്യത്തിലായി തീരുമ്പോൾ നീ നിന്നിൽ നിന്നും പുറത്തു കിടക്കുകയും വിശാലമായ ലോകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ആർക്കും ഉപകാരമില്ലാതെ, ആരോടും ബന്ധമില്ലാതെ, ആരാലും അറിയാതെ ഒരാൾ ജീവിക്കുമ്പോൾ അയാൾ ഒരു പരിമിതമായ കൂടിനകത്താണ്. അതാണ് ആത്മീയതയും തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ഗുഹകളിലൊക്കെ പോയി പ്രാർത്ഥിച്ചാൽ നാം എല്ലാവരെക്കാളും മെച്ചപ്പെട്ടവരാകും, അതീന്ദ്രിയ സിദ്ധിയുള്ളവരാകും, ജ്ഞാനികളാകും എന്നൊക്കെ കരുതുന്നവരുണ്ട്. അങ്ങനെ പർവ്വതങ്ങളിലേക്ക് ആരോഹണം ചെയ്തവരുണ്ട്. ഈ ആരോഹണങ്ങളൊക്കെ നിരർത്ഥകമാക്കിക്കൊണ്ടാണ് ഒരു മലമുകളിലേക്ക് ഒരുവൻ കുരിശുമായിട്ട് കടന്നു പോകുന്നത്. എന്നിട്ട് സകലർക്കും വേണ്ടിയായി തീരാൻ, ഭക്ഷണമായി തീരാൻ സ്വയം സമർപ്പിക്കുന്നത്. സ്വയം ഉപേക്ഷ വഴി ജീവിത യാഥാർത്ഥ്യങ്ങളെ നാം കാണാത്തൊരർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ തിരിച്ചറിവിന്റെ തലത്തിലേക്ക് എടുത്തു വെക്കാൻ പറ്റും. ചെയ്യുന്ന ചെറിയ പ്രവൃത്തികളിൽ അതുണ്ട്. അതുകൊണ്ടാണ് കൊച്ചുലസ്യ പറയുന്നത്, ഒരു മുട്ടുസൂചി എടുത്തു വെക്കുമ്പോൾ ഈശോയെ സ്നേഹിക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യും? ഒരു മുട്ടുസൂചി പാക്കറ്റ് നിലത്തിട്ടിട്ട് ഓരോ സൂചിയായിട്ട് എടുത്തു വെക്കും. അപ്പൊക്കെ ദൈവത്തെ അറിയാമെന്ന് കരുതും. നാം ആത്മീയതയെ നമ്മുടെ പരിശ്രമങ്ങൾക്കകത്ത് ഒതുക്കാൻ ശ്രമിക്കുന്നു. ആത്മീയത ഇത്തരം പരിശ്രമങ്ങളുടെ തലമല്ല, സ്വന്തം ജീവിതത്തെ അപരത്വത്തിൽ കണ്ടെത്താനും ക്രിസ്തുവിൽ സമർപ്പിക്കാനും മനസ്സ് കാണിക്കുമുണ്ടാകുന്ന ഒരനുഭവമാണ്. അപ്പം മാത്രമേ തൃപ്തി ഉണ്ടാവൂ. ഞാൻ എനിക്ക് വേണ്ടിയല്ല എന്നുള്ളിടത്താണ് എനിക്ക് തൃപ്തി ഉണ്ടാകുക. ഞാൻ എനിക്ക് വേണ്ടി എന്തെല്ലാം നേടുന്നുവോ ഒന്നും തൃപ്തിപ്പെടുത്തില്ല. ഒന്ന് കിട്ടുമ്പോൾ വേറൊന്ന് ആഗ്രഹം വരും. ഈ ആഗ്രഹങ്ങളിലൂടെ നിരന്തരമായി നാം നയിക്കപ്പെടുന്നത് ആത്മീയതയ്ക്ക് വിപരീതമായ ലോകത്തേക്കാണ്. അതുകൊണ്ടാണ് ആഗ്രഹങ്ങളുടെ ഉപേക്ഷ ആവശ്യമായിട്ട് വരുന്നത്. ആഗ്രഹങ്ങൾ അങ്ങനെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. ആഗ്രഹങ്ങളൊക്കെ ക്രിസ്തുവിൽ സമർപ്പിക്കാനേ സാധിക്കൂ. ക്രിസ്തുവിൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുകയും മറ്റൊരാൾക്ക് വേണ്ടി എന്നെ തന്നെ വ്യയം ചെയ്യുമ്പോൾ നിശ്ചയമായിട്ടും ഞാൻ ക്രിസ്തുവിനെ അനുഭവിക്കുന്നു. ക്രിസ്തുവിനിൽ ജീവിക്കുന്ന അനുഭവം ഉണ്ടാകുമ്പോൾ എനിക്ക് തൃപ്തി ഉണ്ടാകുന്നു. ഭക്ഷണത്തിന്റെ രുചി ഒരിക്കലും തൃപ്തിയുടെ പരിപൂർണതയിൽ നമ്മെ എത്തിക്കില്ല. സമ്പത്ത് ഒരിക്കലും നമ്മെ തൃപ്തിപ്പെടുത്തില്ല. അതുകൊണ്ടാണ് ദ്രവ്യാസക്തി പാപമാണെന്ന് പറയുന്നത്. ദ്രവ്യത്തോട് ആസക്തി ഉണ്ടാകുമ്പോൾ അതൊരിടത്ത് നിൽക്കില്ല. 10 കിട്ടിയാൽ 100 ആഗ്രഹിക്കും, 100 കിട്ടിയാൽ 10,000 ആഗ്രഹിക്കും. നിരന്തരമായി ആഗ്രഹങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. ആ ആഗ്രഹങ്ങളൊക്കെ യഥാർത്ഥത്തിൽ വ്യക്തിതലത്തിൽ തന്നെ നമ്മൾ മുറിപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ബന്ധങ്ങൾക്കകത്ത് പരിമിതി സൃഷ്ടിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ പരിമിതി സൃഷ്ടിക്കുന്നുണ്ട്. പ്രകൃതിയോടുള്ള വീക്ഷണത്തിൽ പരിമിതി ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രകൃതി എൻ്റെ തന്നെ ഭാഗമാണെന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ മരം വെട്ടുന്നത്. കാരണം എൻ്റെ കൈ വെട്ടിയാൽ എനിക്ക് കുഴപ്പമില്ലാത്ത വിധമാണ് ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നത്. അജൈവ പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. പ്ലാസ്റ്റിക് കൂമ്പാരമായിട്ട് ലോകം മാറുന്നു എന്ന് പറയുമ്പോൾ അത് എവിടെ നിന്ന് വന്നതാണ്? അത് ആധുനികതയിൽ നിന്ന് വന്നതാണ്. ആധുനികത മോശമായിട്ടല്ല. ആധുനികത എന്നതിനകത്ത് എങ്ങനെയാണ് സമ്പത്ത് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ അടയാളമാണ് പ്രകൃതിയിലുള്ള എല്ലാ മാലിന്യങ്ങളും. അപരത്വത്തെ മാനിക്കാതെ ആകുമ്പോഴാണ് എൻ്റെ വീട്ടിൽ നിന്ന് മാലിന്യം ഞാൻ പുറത്തേക്ക് വലിച്ചെറിയുന്നത്. മറ്റുള്ളവർ എന്നൊരു ലോകമേ ഇരിക്കില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ സെൽഫ് ഓറിയന്റഡ് ആയ ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഞാൻ മാത്രമുള്ള ലോകം. നേരത്തെ സ്വാർത്ഥത്തിന്റെ ഒരു ലോകം ഉണ്ടായിരുന്നു. അതിന്റെ വളർച്ച ഏറി വരുമ്പോൾ ആ സ്വാർത്ഥത അതിന്റെ ശക്തി കൂടുതൽ പ്രകടിപ്പിക്കുന്നത് സെൽഫ് ഓറിയന്റഡ് ആയ ലൈഫാണ്. ഞാൻ മാത്രമുള്ള ലോകം. അതുകൊണ്ട് ബന്ധങ്ങളിലേക്കൊന്നും പോകാൻ നമുക്ക് താല്പര്യമില്ല. ബോണ്ടേജുകളിലൊന്നും പെടാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ലിവ് ടുഗദറിലേക്ക് പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കാവുന്ന, ഒരിക്കലും നിലനിൽക്കേണ്ടതാണെന്ന് കരുതാത്ത ബന്ധങ്ങളെയാണ് നമുക്ക് ആഗ്രഹം. താൽക്കാലികതകൾക്ക് വേണ്ടി, സ്വന്തം തോന്നലുകൾക്ക് വേണ്ടി, അഭിഷ്ടങ്ങൾക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നു. ഇത് സമ്പത്ത് കൊണ്ടിരുന്ന പ്രശ്നമാണ്. സമ്പത്ത് എപ്പോഴും മനുഷ്യനെ അന്യവൽക്കരിക്കും. ഞാനും നീയുമുള്ള ബന്ധത്തിനകത്ത് സമ്പത്ത് ഒരു മതിൽ തീർക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നിന്നെ ഹിംസിക്കാനും നിഷേധിക്കാനും ഞാൻ തയ്യാറാകും.
ഇതിന്റെ മേൽ ആധിപത്യം പുലർത്താൻ തയ്യാറാവും. അതോടെ പെട്ടെന്ന് സമ്പത്തും മതവും ഒക്കെ കൂടിച്ചേരും. എന്നിട്ടാണ് ഫാസിസം ഉണ്ടാകുന്നത്. ഫാസിസം എന്താണ്? അപരത്വ നിഷേധമാണ്. അപരത്വ നിഷേധം എന്നതാണ് അറിവില്ലായ്മ. അതൊരു അറിവില്ലായ്മയാണ്. ആത്മീയത പറയേണ്ടത് അക്കാര്യത്തെക്കുറിച്ചാണ്. എവിടെ ഏത് ബന്ധങ്ങൾക്കകത്തും അപരത്വ നിഷേധം ഉണ്ടാകുമ്പോൾ, അവരനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുമ്പോൾ, ക്രിസ്തുവിനെ മറ്റുള്ളവരിൽ കാണാൻ കഴിയാതെ പോകുമ്പോൾ സംഭവിക്കുന്നത് ഈ വീഴ്ചയാണ്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിക്കേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വന്നുവെന്നും എന്തിനു വന്നുവെന്നും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്നും ഒരു ചിന്ത മനസ്സിലുണ്ടാകണം. അങ്ങനെ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിലേക്ക് എനിക്ക് എന്നെ തന്നെ എടുത്തു വയ്ക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ എനിക്ക് സാക്ഷാത്കാര അനുഭവത്തിലെത്താൻ പറ്റൂ, സ്വർഗാനുഭവത്തിലെത്താൻ പറ്റൂ. സ്വർഗം എന്നത് മരണശേഷം ചെന്നെത്താവുന്ന ഒരിടമായിട്ടല്ല, ജീവിതത്തിൽ നിരന്തരം അനുഭവിക്കാവുന്ന ഒരിടമായിട്ട് തിരിച്ചറിയാൻ പറ്റണം. ഈശ്വരേറ്റവും പ്രിയപ്പെട്ടവരെ, ഈ പറഞ്ഞ വിഷയങ്ങൾ ഒരുപക്ഷെ ഗൗരവമുള്ളതായിട്ടോ ഗഹനങ്ങളായിട്ടോ മനസ്സിലാക്കാൻ കഴിയാത്തതായിട്ടോ തോന്നിയേക്കാം. ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാനും നിങ്ങളും ജീവിതത്തിൽ നിരന്തരം പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പരിമിതികളെക്കുറിച്ചാണ്. ആ പരിമിതികൾ മറികടക്കാനായി നാം നടത്തുന്ന ശ്രമങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിലാണ് സമ്പൂർണ്ണമാവുക എന്ന് തിരിച്ചറിയണം. ഞാൻ പിതാവിൽ നിന്ന് വരുന്നു, ക്രിസ്തുവിലാണ് ഞാൻ ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് ക്രിസ്തു സമാനം അപരത്വത്തിന് വേണ്ടി സ്വയം അർപ്പിക്കാനാണ്. അങ്ങനെ ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ നിശ്ചയമായും പിതാവിന്റെ വലത്തുഭാഗത്ത് ഞാനുമുണ്ട്. പ്രപഞ്ചത്തിന് മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും ലോകത്തിൻ്റെതെന്ന മട്ടിൽ ജീവിക്കുന്നതിന് ലോകത്തിൽ ജീവിക്കണം, ലോകത്തിൻ്റെതായിട്ട് മാറരുത്. വിശുദ്ധീകരിക്കപ്പെടുക എന്നതിനർത്ഥം വേർതിരിക്കപ്പെടുക എന്നാണ്. അത് മനുഷ്യരിൽ നിന്ന് വേർതിരിക്കപ്പെടുക എന്നല്ല, പ്രകൃതിയിൽ നിന്ന് വേർതിരിക്കപ്പെടുക എന്നല്ല, ലോകഭാവനയിൽ നിന്ന്. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങളെ പരമമായ യാഥാർത്ഥ്യത്തിലേക്ക്, ഭാവാത്മകമായ തലത്തിലേക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിൽ സ്നേഹം പോലും അർത്ഥരഹിതമാവും. അതുകൊണ്ട് ഹൃദയപൂർവ്വം ചിന്തിക്കണം. ജീവിക്കുന്നത് സരസമായിട്ടാകണം, അവരന് വേണ്ടിയാകണം. ഈ ലോകത്തെ ജീവിതം ഓരോ നിമിഷവും അവനവൻ്റെതല്ലെന്നും അത് പിതാവിൻ്റെ നിയോഗമാണെന്നും ക്രിസ്തുവിൽ ആ നിയോഗം നാം പൂർത്തീകരിക്കുന്നുവെന്നും ക്രിസ്തുവിലുള്ള സമർപ്പണം വഴി അവരന് വേണ്ടി ജീവൻ നൽകുന്നുവെന്നും അങ്ങനെ അപരത്വത്തിൽ നാം ജീവിക്കുമെന്നും ഹൃദയം കൊണ്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ സ്വർഗീയ അനുഭവത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ, സ്വാർത്ഥം വിടിഞ്ഞ് നിഷ്കളങ്കമായി തിരികെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, ജീവൻ അർപ്പിക്കാൻ ഹൃദയമൊരുക്കുമ്പോൾ എല്ലാം തൃപ്തികരമായിട്ട് മാറും. ഒന്നിലും ശാഠ്യങ്ങളില്ലാതെ, ഒരു താല്പര്യത്തിലും മുടക്കിപ്പോകാതെ, ഒരു പരിമിതിയും അസ്വസ്ഥപ്പെടുത്താതെ ഹൃദയപരമായ സമാധാനത്തിലേക്ക് നാം പ്രവേശിക്കും. പരിശുദ്ധാത്മാവ് സമാധാനം നൽകുന്നവനാണ്. ആത്മാവിന്റെ പ്രവൃത്തി നമ്മിൽ അനുഭവപ്പെടുന്നത് അപ്പോഴാണ്. ജീവിതത്തിന്റെ താൽക്കാലികതകളിലുള്ള അസ്വസ്ഥതകളിലും ഞെരുക്കങ്ങളിൽ നിന്ന് ക്രിസ്തുബോധത്തിന്റെ പരമാർത്ഥതയിലേക്ക് പ്രവേശിക്കാനാകട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.